സാറേ, കെ എം മാണി 50 വർഷത്തിലേറെയായി അദ്ദേഹം ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ അതികായനായ കെ എം മാണി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയേനെ. ഇന്നിപ്പം നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലുണ്ട്. പക്ഷേ അതിനു മുമ്പേ തന്നെ നമ്മൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ഒന്നാണ് കെ എം മാണിയുടെ മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ അതിയായ മോഹവും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലൊക്കെ വരുന്നു. നമുക്ക് വീണ്ടും അതേക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? ശരി, ഇത് ഭീമന്റെ തന്നെ വിനാശകാലെ വിപരീത ബുദ്ധി. അതുപോലെയാണ് മാണിസാറിന്റെ കാര്യം. മാണിസാർ മര്യാദയ്ക്ക് കേരള കോൺഗ്രസ് പോകാറ്. കോൺഗ്രസ് എന്നിരുന്നത് DCC പ്രസിഡന്റാണ്. കോട്ടയം DCC പ്രസിഡന്റ് ജില്ലാ സ്ഥാനമല്ലേ. അതിന്റെ ഗ്ലാമർ പോയത് മാണിസാർ പിന്നെ ഈ സാധനം ഉണ്ടാക്കി പോയതിനു ശേഷമാണ്, കേരള കോൺഗ്രസ് ജോയിൻ ചെയ്തതിനു ശേഷമാണ്. അവിടെ എന്നിരുന്ന മാണിസാർ ഓട്ടോമാറ്റിക്കലി കേരള മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ. ഇയാളുണ്ടെങ്കിൽ പോലും ആന്റണി ആരും കിട്ടാത്തതുകൊണ്ട് പിടിച്ചാക്കിയതല്ലേ. ആന്റണിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മാണി സാറിന് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സഭകളുടെ സപ്പോർട്ട്. ആന്റണിയുടെ കൂടെ പിന്നെ ഏത് സഭയുള്ളത്? ഒരു സഭയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായി സാറ് വരികയായിരുന്നു. മൊത്തം സാറ് രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. പിന്നെ ഈ പറയുന്ന കൂടെ നിൽക്കുന്ന ആളുകളെ മാണി സാറിന്റെ ഗുണം വെച്ചാൽ മാണി സാർ ഭയങ്കര ആളുകളെ സപ്പോർട്ട് ചെയ്യും. ഈ മാണി സാർ എന്നുള്ള വിളി വെറുതെ വന്നാലേ എല്ലാവരും വിളിക്കും. സെൻട്രൽ ട്രാവൻകൂർ എല്ലാവരും അദ്ദേഹത്തെ മാണി സാറിനാണ് പറയും. മുസ്ലിംസ് ആണ്, ക്രിസ്ത്യൻസ് ആണ്. അദ്ദേഹം തന്നെ ഞാനിതുവരെ മാണി സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല മരിക്കുന്നവരെ. എനിക്ക് കെ എം മാണി നമ്മൾ മലബാറിന്ന് കേൾക്കുമ്പോ ഈ രാഷ്ട്രീയം അന്നൊക്കെ നമ്മൾ ഭയങ്കര ആദർശാത്മക ചുറ്റുപാട് വളർന്നു വന്ന ഒരാളാണ് കോൺഗ്രസിന്റെ. പിന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കര ഫാനായിരുന്നു. അതൊക്കെ ഭയങ്കര ആദർശമാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഉപജാപക എന്ന രീതിയിൽ ഞാൻ കെ എം മാണി സാറിനെ കണ്ടോട്ടെ. ഞാൻ എം മാണി തന്നെ വിളിച്ചുകൊണ്ട് പോയത്. പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉപജാപത്തിൽ ആരും മോശമൊന്നുമല്ല. മാണി സാറിന് കുറച്ചുകൂടി ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു. ആരും മാണി സാറിന് സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു കണ്ണ് നിറഞ്ഞ് തിരിച്ചു തന്നെ മാണി സാർ എന്താ ചെയ്യേണ്ടത് ഞാൻ കേട്ടിട്ടുണ്ട്. മാണി സാർ എന്താ ചെയ്യുന്നത്? പിന്നെ മാണി സാറിന്റെ പേരിൽ ഈ അഴിമതി അതൊക്കെ പറയുന്നേക്കാം. അതെന്ന് വെച്ചാൽ ഏതായാലും സാധാരണക്കാരോട് മൂപ്പരൊന്നും മേടിച്ച് ഞാൻ കേട്ടിട്ടില്ല. മാത്രമല്ല അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. അവിടെ ഏത് കല്യാണം ഉണ്ടെങ്കിലും എന്തെങ്കിലും മാണി സാർ പോകും, അല്ലെങ്കിൽ കുട്ടിയമ്മ പോകും. നിങ്ങൾ വിചാരിക്കും ഈ മാണി സാറും കുട്ടിയമ്മയും കല്യാണത്തിന് പോയത് എന്താ കാര്യം? ആ വീട്ടുകാർ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളെ വീട്ടിൽ കല്യാണത്തിൽ മോഹൻലാൽ വന്ന നാട്ടിൽ നിങ്ങളൊരാളായി. വന്നില്ലെങ്കിൽ മോഹൻലാൽ സ്ഥിരം എല്ലാ വീട്ടിൽ വന്ന് നിങ്ങളെ വീട്ടിൽ വന്നില്ലെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ അവരൊരു സന്തോഷം, ആ സന്തോഷം എത്ര രൂപ എടുത്താലും കിട്ടുക. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവരുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പോക്കുവരവ് ശരിയായി കൊടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും കൃഷിയാവുന്ന ആനുകൂല്യങ്ങൾ കിട്ടുക. മാണി സാർ ഏത് വകുപ്പിലേക്ക് വിളിച്ചു വന്ന ആളുകൾ നോ പറയില്ലല്ലോ. മാണി സാർ ആര് ഭരിക്കുമ്പോഴും ഏത് വകുപ്പിലേക്കും ഏത് ഓഫീസിലേക്കും മാണി സാർ വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഉമ്മൻചാണ്ടിക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. ആളുകൾ നോ പറയില്ല. കാരണം ഇവരൊക്കെ തിരിച്ചുപകാരം ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല ആ രീതി ഇങ്ങനെ അത് ഇത് ചെയ്യുന്നല്ലോ പറയും. അങ്ങനെ ചെയ്യാൻ പറ്റും സാധനം ഈ താലൂക്ക് ഓഫീസർ പിടിച്ച് സാധനം വിളിക്കും. അപ്പൊ അങ്ങനെ ജനകീയനും അതേസമയം നല്ല ഭരണാധികാരി. എത്ര ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചു. ചോദ്യം എന്നൊക്കെ പറഞ്ഞ വിവാദമുണ്ട്. അത് പിന്നെ ആരൊക്കെ നമുക്കറിയില്ല. ഏതായാലും എത്ര ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനൊന്നുമല്ല. പക്ഷെ അത് സാധാരണക്കാരനെ മനസ്സറിയായിരുന്നു. ഇപ്പൊ കാരുണ്യ പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നല്ലേ. അങ്ങനെ ഇപ്പം നമ്മൾ ഈ തോമസ് ഐസക്കിന് അലയത്തിൽ തോമസ് ഐസക്കിന് ഇതില്ലാതെ അത്ര ഉദ്യോഗം വന്നിട്ടില്ല. ആ ഡയലോഗിൽ ഒതുങ്ങി വെക്കും. പക്ഷെ മാണി സാർ ആക്ട് ചെയ്യായിരുന്നു വളരെ നല്ല രീതിയിൽ. കമ്മി ബജറ്റും മിച്ച ബജറ്റ് മിച്ച ബജറ്റ് അവതരിപ്പിച്ചു. അപ്പം കണ്ണാനോട് ആലോചിച്ചു, ഇത് മിച്ച ബജറ്റാണോ കമ്മി ബജറ്റാണോ? അങ്ങനെ മിച്ച കമ്മി ബജറ്റ് അങ്ങനെ. അപ്പോൾ മാണി സാർ ശരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആവേണ്ട ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസിൽ പോയി. അന്ന് തെറ്റായ തീരുമാനം എന്ന് പറയാൻ പറ്റില്ല. അന്ന് കേരളത്തിൽ 6 മാസം കൂടും പുതിയ മിനിസ്ട്രി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ 60s 70s കാലഘട്ടം. 80s UDF LDF സംവിധാനം വന്നതോട് കൂടിയിട്ടാണ് അത് ഇല്ലാതായത്. അപ്പൊ അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രിയാവും. അച്യുതമേനോൻ മുഖ്യമന്ത്രിയാവുന്ന 2 കഥകളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണസ്ഥിരത വേണം. അപ്പൊ ബാഫയ്ക്ക് തങ്ങളോ മറ്റോ CPIക്കാരോട് പറഞ്ഞു അയാൾ നല്ല മനുഷ്യനാണ്, പിന്നെ മേനോനെ മുഖ്യമന്ത്രി ആക്കിക്കോളൂ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും. വേറൊരു കഥ എന്ന് വെച്ചാൽ റഷ്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു കേരളത്തിൽ അവരുടെ ഒരു മുഖ്യമന്ത്രി വേണം എന്ന് ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റുകാരനെ മുഖ്യമന്ത്രിയാക്കണം. അങ്ങനെ അച്യുതമേനോനാക്കി. ഇത് ആ കഥയിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം അത്ര റഷ്യക്ക് പണിയില്ല. റഷ്യക്ക് ഇവിടെ കാര്യം നടക്കാൻ ഇന്ദിരാഗാന്ധി ഉണ്ട്. പക്ഷേ ഈ കഥയിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഇതിനോട് പ്രധാനപ്പെട്ട സോഴ്സ് തന്നെ ഡൽഹിയിൽ നിന്ന് CPI ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സോഴ്സാണ്. അതിൽ ബാഫയ്ക്ക് തങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ അച്യുതമേനോൻ മുഖ്യമന്ത്രിയാവുന്നു, വാസുദേവൻ നായർ മുഖ്യമന്ത്രിയാവുന്നു, നമ്മളെ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാവുന്നു. അങ്ങനെ ഒരു ചെറിയ സ്പാനിൽ അതിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടാകുന്നു. അതിൽ തുടർഭരണം 7 വർഷം വലിച്ചിട്ടുള്ളത് അച്യുതമേനോൻ മാത്രമാണ്. ബാക്കി ആരുടെയും കാര്യം വളരെ ചെറിയ. ഇപ്പം നമ്മളെ ഈ ദുൽഖർ സൽമാൻ ജനിച്ച കൊല്ലമാണല്ലോ ഈ പിന്നെ ഉസ്താദ് ഹോട്ടലിൽ ആര് മുഖ്യമന്ത്രി ആവുന്നത്?
പിന്നെ CH മുഖ്യമന്ത്രിയാണ്. അത് കണ്ടില്ല. ദുൽഖർ സൽമാനാണോ? അല്ല, ദുൽഖർ സൽമാൻ അല്ല, സിദ്ദിഖ് എനിക്ക് വർഷം തോന്നുന്നു അല്ലേ? തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് ഒരു തെരുവിൽ ഇങ്ങനെ, കോഴിക്കോട് ബീച്ചുമായിട്ട് അടുത്തുള്ള ഇടത്ത മുസ്ലിംസ് താമസിക്കുന്ന തെരുവാണ്. അങ്ങനെ തെരുവിൽ ഇങ്ങനെ CH മുഖ്യമന്ത്രിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അതാണ് എനിക്ക് സിദ്ദിഖ് ജനിച്ച സമയം തോന്നുന്നു. ഏതായാലും അതായത് സിദ്ദിഖ് ദുബായി പോയ സമയം, ഏതൊരു സമയം ഓർമ്മ കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ ആ സമയം, പക്ഷെ അത് മുസ്ലിംസിനിടെ ഉണ്ടാക്കിയ ഹൈപ്പ് വളരെ വലുതായിരുന്നു. അപ്പൊ ആ ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ മാണിസാബ് മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിക്കുകയും ചെയ്താണ്, മാണിസാബിനെ ആഗ്രഹിക്കുകയും ചെയ്താണ്, മാണിസാബ് അതിനുള്ള പണിയെടുത്താണ്. പക്ഷെ അന്നത്തെ ഈ LDF UDF സംവിധാനം ശക്തിപ്പെട്ടു. മാത്രമല്ല സെൻട്രൽ ട്രാവൻകൂറാണ്. CH മുഖ്യമന്ത്രി ആയതുപോലെ അല്ല. മാണി സാറിനൊക്കെ ഒരു 5 മാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് ആളുകൾക്ക് അറിയാം. കാരണം മാണി സാറിന് ഒന്നും ഉപജാപം, എല്ലാവരും കണക്ട് ചെയ്ത് പോകാൻ മാണി സാറിന് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാണി സാർ ഭയങ്കര കഴിവുറ്റ ജനകീയനാണ്, ഭയങ്കര ജനകീയനാകാൻ പറ്റും. സുരേഷ് ഗോപി എല്ലാം മുഖ്യമന്ത്രി ആയതുപോലെ ആയിപ്പോൾ. സുരേഷ് ഗോപിയുടെ കയ്യിലൊക്കെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ കൈവിടില്ല. മാണി സാറിന് സുരേഷ് ഗോപിയെ പോലെ അത്രയും ക്ലീൻ ഇമേജ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മാണി സാറിന് ഈ കരിഷ്മ ഉണ്ടായിരുന്നു, ഈ തന്ത്രം ഉണ്ടായിരുന്നു, സഭ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വന്ന പല മുഖ്യമന്ത്രിമാരെ വെച്ച് നോക്കുമ്പോൾ മാണി സാർ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഫയലൊക്കെ കൃത്യമായി വിടും. മാണി സാറിന് അറിയാം ഒരു ഫയൽ എങ്ങനെ പോകുന്നു, ആ ഫയലിൽ എന്താ ഉള്ളത്. പിന്നെ മാണി സാറിൻ്റെ കൂടെ വളരെ എന്താണ് നല്ല വിശ്വസ്തരായ ഒരു വൃന്ദമുണ്ടായിരുന്നു, ഓഫീസർമാരും സ്റ്റാഫും ഒക്കെ. അവരാരും മാണി സാറിനെ ചീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് ബാലകൃഷ്ണ പിള്ള സാറിന് അടി കിട്ടിയത്. പിള്ള സാറിന് ചീറ്റ് ചെയ്തുകൊണ്ടാണ് പിള്ള സാർ ആ കേസ് പെട്ടു. കേസ് പിള്ള സാറൊന്നും മേടിച്ചൊന്നുമില്ല, പക്ഷെ അതിനകത്ത് ഒരു അഴിമതി നടന്നിട്ടുണ്ട്. അത് അവസാനം പിള്ള സാറിന്റെ തലയിലായി. അതെങ്ങനെ പിള്ള സാറിന്റെ തലയിൽ വന്നു വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പണി കൊടുത്തു. അത് കൃത്യമായിട്ട് രേഖകൾ സാറിനെതിരായി. അപ്പൊ ഇന്ത്യയിലെ അഴിമതിക്ക് 2 പേരെ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. അത് ഒന്ന് സുഗ്രാമ, സുഗ്രം പുലോ കള്ളനാണ്. പക്ഷേ ഈ ബാലകൃഷ്ണ പിള്ള സാർ അങ്ങനെ വലിയ കള്ളനൊന്നുമല്ല, അത് കള്ളനല്ല. പിള്ള സാറിന് അതിന്റെ ആവശ്യമില്ല. പിള്ള സാർ മാടമ്പിയാണ്. അപ്പൊ മാടമ്പി അതിന്റെ പ്രശ്നം പിള്ള സാർ ഗണേശനുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരോടും ഇടാപോടാന്നൊക്കെ വിളിക്കുമ്പോൾ ചില എന്നാലും പണി കൊടുത്തേക്കാന്ന് വിചാരിക്കും. പിന്നെ കണ്ണുമടിച്ച് വിശ്വസിക്കും കൂടുള്ളവൻ. മാണിസാറിന് അസുഭാവല്ലേ, മാണിസാറിനെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളത്. നിങ്ങളൊരു കല്യാണപ്പരയിൽ മാണിസാറിനെതിരെ എന്താ പറഞ്ഞാൽ മാണിസാറിന്റെ ചെവിയിലെത്തും. അങ്ങനെ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മാണി സാർ എല്ലാവരും കൂടെ നിർത്തുമ്പോൾ എല്ലാവരും കൃത്യം നിരീക്ഷിക്കുക. പിള്ള സാറിന് അത് പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു അബദ്ധം പറ്റിയത്. പിള്ള സാർ എല്ലാം അഴിമതി നടത്തിയിട്ടില്ല, പക്ഷെ രേഖ പ്രകാരം പിള്ള സാറിന്റെ തലയിലും ആ കേസ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, അഴിമതി നടത്തി പക്ഷേ കാശ് കണ്ടുപിടിക്കാൻ പറ്റി, എവിടെ പോയി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൂടെ നിന്നാരോ കൊടുത്ത പണിയാണ്, പൊളിറ്റിക്കലായിട്ട് കൊടുത്ത പണിയാണ്. പക്ഷെ മാണി സാറിന് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല. അതാണ് വർഷം. അപ്പൊ പിള്ള സാറിന് അറിയുന്ന ആളുകൾക്കെല്ലാം പിള്ള സാർ അഴിമതി നടത്തിയില്ല, പിള്ള സാറിന് ആവശ്യമില്ല. ഈ പണം കണ്ട് വളർത്ത് പിള്ള സാറിന് അതിൻ്റെ ആവശ്യം. ഗണേഷ് അഴിമതി എടുത്ത് ആരും പറയും, ഗണേഷ് അഴിമതി എടുത്ത് ഗണേഷിനെ പറ്റി ആരും പറയില്ല. പക്ഷേ ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന മാടമ്പിത്തരം കൊണ്ട് ഒരുപക്ഷെ കൂടുതൽ ആളുകളെ വിശ്വസിക്കുകയോ വേണ്ടത് ശ്രദ്ധ ഇല്ലാതായി പോയോ. ചിലപ്പോൾ ആരും ഇടപെടുന്ന വെച്ചാൽ ആൾക്ക് വിളിച്ചു. മാണി സാർ ഒരിക്കലും ഇടപെടലില്ലല്ലോ. മാണി സാർ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാണി സാർ എണീറ്റിരിക്കും. അങ്ങനെയാണ് മാണി സാറിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ആവേണ്ട ഒരു നല്ല ഒരു അവസാന ഘട്ടങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന് LDFന്റെ ക്ഷണം വരുന്നു. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിന് തയ്യാറാകുന്നു. അതൊക്കെയാണ് പ്രചരിക്കുന്നത്. മാണി ഏതൊരു സിനിമയിൽ, രഞ്ജിത്തിന്റെ ഏതോ സിനിമയിൽ ഒരു അച്ചാത്തി പറയുന്ന പോലാണ്. ഇതുപോലൊരു അച്ഛൻ ഈ കടമറ്റത്ത് തന്നെ സീരിയൽ കണ്ടിട്ട് ഈ സിനിമയെ കാണുകയാണ്. ബ്ലാക്ക് സിനിമയിലെന്ന് തോന്നുന്നു. മമ്മൂട്ടിയുടെ വീട്ടിലെ വേലക്കാരിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കടമുറ്റത്ത് കത്തനോ എന്ന പാട്ട് പോയി ഈ കൊലപ്പുള്ളി ലീലാന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറയാണ് ഇതുപോലെ അച്ഛൻ ഉണ്ടായിരുന്ന മാണി സാർ അന്നേ മുഖ്യമന്ത്രി. അതുപോലെ മാണി സാർ മുഖ്യമന്ത്രി കാണാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. മാണി സാറും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ ഇത്രയും നമ്മുടെ കേരളത്തെ മുഖ്യമന്ത്രിമാരെ എടുത്തു നോക്കിയാൽ പകുതി എണ്ണത്തിനെങ്കിലും മാണി സാറിന് അത്ര കഴിവൊന്നുമില്ല. കരുണാകരൻ ഭയങ്കര സംഭവം, അച്യുതമേനോൻ ഭയങ്കര സംഭവമായിരുന്നു. നായനാർ ഒരു പാവം മനുഷ്യനായിരുന്നു. വളരെ അങ്ങനെ EMS ഒരു ബുദ്ധിജീവിയായിരുന്നു. പിന്നെ 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 ബാക്കിയെല്ലാം CHും ഇതൊക്കെ ചെറിയ ടൈമിൽ വന്നത്, വാസുദേവൻ നായരൊക്കെ വന്നു പോയത്. പിന്നെ അതിനുശേഷം വന്നതെന്ന് വെച്ചാൽ തലയെടുപ്പുള്ള ആൾ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി കരുണാകരൻ ഇപ്പം വേണം നമുക്ക് പിണറായി വിജയനും കൂടി പറയാം. പിണറായി വിജയൻ നമുക്ക് വിലയിരുത്താനായിട്ടില്ല. അദ്ദേഹത്തെ കാലഘട്ടം അവസാനിച്ച് കുറച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് വിലയിരുത്താൻ പറ്റും. അങ്ങനെ 3 പേരെടുത്ത് നോക്കിയപ്പോൾ അച്യുതമേനോൻ, കരുണാകരൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ കഴിഞ്ഞാൽ എന്തിനാലും മാണി സാറാണ്. ഇപ്പം EMSനാണ് എനിക്ക് വലിയ ബഹുമാനം. പക്ഷെ അത് നല്ല മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നില്ല അദ്ദേഹം. അപ്പം നായനാരും വളരെ രസികനായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹം നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവർ 3 പേരാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പം പിണറായി വിജയനും കൂടി കൂട്ടാം. പക്ഷേ ഫൈനൽ അനാലിസിസ് നമ്മൾ നടത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷം.
അപ്പം പിന്നെ മാണി സാർ അങ്ങനെ UDF സംവിധാനത്തിന്റെ ഭാഗമായി ഹാപ്പി ആയിട്ട് വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കൂടെ അദ്ദേഹം ഈ കേരള കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് ജോസഫ് ഒരു ലേനം വരുന്നത്. അതാകുമ്പോൾ അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് ചോദിച്ചു, ഇവർ കൊടുത്തു. പക്ഷെ മാണി സാറിൻ്റെ ഉള്ളിൽ ഈ സ്വപ്നം കിടക്കുന്നുണ്ട്. മനസ്സിലായി, നിങ്ങൾ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആകണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം. പിന്നെ സ്റ്റാർ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വില ഉണ്ടാവില്ല. ആദ്യം നടനാകുമ്പോൾ സ്റ്റാർ ആകാനായിരിക്കും, സ്റ്റാർ ആകുമ്പോൾ സൂപ്പർ സ്റ്റാർ ആകാനായിരിക്കും. മാണി സാറിന് ഒരു ദിവസമെങ്കിലും ആ കസേര ഇരിക്കണമുണ്ടായിരുന്നു. അത് പറ്റുകയും ചെയ്യായിരുന്നു. കാരണം അന്നത്തെ ഒരു സംവിധാനത്തിൽ എന്ന് വെച്ചാൽ LDF ഒരിക്കലും UDF വീണ് കഴിഞ്ഞാൽ മന്ത്രിസഭ ഉണ്ടാക്കില്ല. പിന്നെ BS മുഖ്യമന്ത്രി ആക്കേണ്ടി വരും. അതായത് അന്നത്തെ ചുറ്റുപാടിൽ പാർട്ടിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BS മുഖ്യമന്ത്രി ആക്കാതെ വേറൊരാളെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പം വേറൊരാളെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. ആ സമയത്ത് മാണി സാറിന് സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ പിണറായി വിജയനെ കൊണ്ടുവന്ന കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ വാക്ക് പറഞ്ഞത് പാലിക്കും. നിങ്ങൾ മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ഒപ്പിച്ചു ആയിരിക്കും. അക്കാര്യത്തിനൊന്നും ഒരു സംശയം, അങ്ങനെ ഒരു വലിയ ഗുണം വാക്ക് പറഞ്ഞാൽ പാലിക്കും എന്നുള്ളതാണ്. അപ്പം അത് നടക്കുമായിരുന്നു. പക്ഷെ അന്നത്തേക്ക് അത് കോൺഗ്രസ്സുകാർ മണത്തറിയുകയും ഡൽഹിയിൽ നിന്ന് ജോസ് കെ മാണിയെ പിടിക്കുകയും ജോസ് കെ മാണി അതിന് തടസ്സം നിൽക്കുകയും പിന്നെ അദ്ദേഹം ഇനി ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചാൽ ബാക്കിയായ കേസ് വരികയും ബിജു രമേശിന്റെ ആരോപണം വരികയും മാണി സാറിന്റെ ഇമേജ് ഇരിക്കുകയും പെട്ടെന്ന് പിന്നെ മാണി സാർ ഈ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ പെട്ടെന്നൊന്ന് ഒരു തിരിച്ചടി വന്നാൽ അവർ പെട്ടെന്ന് മുങ്ങിപ്പോകും. ഉദാഹരണമായി ജവഹർലാൽ നെഹ്റു, നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ BBC 2 ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ഈ ചൈനീസ് യുദ്ധം 62 യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് 58 കൊടുത്ത ഇന്റർവ്യൂ. അതിലങ്ങനെ 17 വയസ്സുള്ള പയ്യനെന്നോ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുകയും ഓടി നടക്കുന്നവരാണ്. അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, അത് BBC ആണ്. ആ ഇന്റർവ്യൂലുണ്ടല്ലോ ഇയാളെ ഞാൻ വിചാരിച്ചു ആദ്യം നരസിംഹറാവു വന്നു, എല്ലാം കൂടി വല്ലാതായി പോയി. ഈ വലിയ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ് ഒരു തിരിച്ചടി കിട്ടിയ പെട്ടെന്ന് അവർ അത് ഇല്ലാതായി പോകും. അങ്ങനെ അത് സർവൈവ് ചെയ്ത കരുണാകരനാണ്. കരുണാകരൻ ഇതൊക്കെ ആയിട്ടും മരിക്കുമ്പോൾ അതേ കരുണാകരൻ തന്നെയായിരുന്നു. മാണി സാർ അത് അസുഖം ഉണ്ടായിരുന്നെങ്കിൽ പോലും മാണി സാർ സർവൈവ് ചെയ്യായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ഭയങ്കര തിരിച്ചടിയായി. ഒന്ന് മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിച്ചായില്ല, രണ്ട് പെട്ടെന്ന് അത് ഇമേജ് ഇടിഞ്ഞു. അവസാനം കുറേ കാലം അദ്ദേഹം മന്ത്രിയായില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന കേരള കോൺഗ്രസ് ലേനം വന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം അതുവരെ അദ്ദേഹത്തിൻ്റെ ക്ലോസ് സർക്കിളിൽ ഉള്ള ആളുകളായിരുന്നു കൊണ്ടുവരുന്നത്. ഈ കേരള കോൺഗ്രസ് ലേനം വന്നുകൊണ്ട് PC ജോർജിനെ പോലുള്ള ആളുകളൊക്കെ വേണം. PC ജോർജ് ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ 100% കൂടെ വെക്കും. മാറിക്കഴിഞ്ഞാൽ PC ജോർജ് എന്ത് പറയും, എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു അബദ്ധം അദ്ദേഹത്തിന് പറ്റിയെന്ന് തോന്നുന്നു. ഏതായാലും മാണി സാർ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ ആയിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ തലയിൽ കർത്താവ് അതിനുള്ള വരം അരച്ചില്ലായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.